ഒരുപക്ഷെ കേരളത്തിൽ ഒരിക്കൽ കൂടി പിണറായി വിജയൻ ഗവൺമെന്റ് വരണമെന്ന് കേന്ദ്രത്തിലിരിക്കുന്ന BJPക്ക് ആഗ്രഹമുണ്ടോ എന്നൊരു ഒരു വാർത്തയുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതം പോലെ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് സംശയിക്കാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. PM ശ്രീ അടക്കം നിരവധി കാര്യങ്ങൾ അതിലുണ്ട്. മാത്രമല്ല, ഞാൻ പറയുന്നു 10 വർഷമായി മോഡിക്കെതിരെ ഒരു വാക്ക് പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. ഇല്ല. സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്, മമത പറഞ്ഞിട്ടുണ്ട്, കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്, സൊറേൻ പറഞ്ഞിട്ടുണ്ട്, ജാർഖണ്ഡ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, DK മറ്റേ ഇവിടുത്തെ സിദ്ധരാമയ്യ, ശിവകുമാർ പറഞ്ഞിട്ടുണ്ട്, രേവണ്ണ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുഖ്യമന്ത്രിമാരും, ഇന്ത്യ മുന്നണിയുടെ എല്ലാ മുഖ്യമന്ത്രിമാരും മോദിയെ നേരിട്ടോ പരോക്ഷമായോ നന്നായി വിമർശിച്ചിട്ടുണ്ട്. മോദിക്കെതിരെ ഒരു വാചകം പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കേരളത്തിലെ BJPക്കാർക്ക് ഞെട്ടലുണ്ടാക്കണം. മനസ്സിലായോ? കാരണം ഈ ബാന്ധവം വന്നാൽ നാളെ പിണറായി രണ്ടാമത് ജയിക്കാൻ വേണ്ടി ത്യാഗം കൊടുക്കേണ്ടി വരും ഇവിടുത്തെ BJPയുടെ വോട്ടാ. മനസ്സിലായോ? BJPക്കാർ CPM വോട്ട് ചെയ്യുകയും BJP ജയിക്കാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കും. ഇപ്പൊ ശരിക്കും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചുള്ള 2 മുഖത്തെ ഫൈറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം അങ്ങനെ ഒരു തീരുമാനം കേന്ദ്രത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ അയാൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ അംഗീകരിച്ച് അവരുടെ പണി തീർന്നില്ല. ഇവിടെ കേരളത്തിൽ പണി തീർന്നില്ല. നമ്മൾ CPM പറയും, എന്തിനാ BJP നോക്കില്ലേ ആള്? CPM BJP ഏതാണ്? നമ്മൾ CPM മതി. കാരണം നാച്ചുറലി അങ്ങനെയാണ്. ഇപ്പൊ കോൺഗ്രസ് വിരുദ്ധ വോട്ടാണ്, സമ്മതിച്ചു. കോൺഗ്രസിന് കിട്ടില്ല, ഇവർ രണ്ടുപേരും. അപ്പൊ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഴം മുമ്പ് എറിഞ്ഞതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.